ദൈവത്തിൻ്റെ പരിപാലനവും സംരക്ഷണവും എപ്പോഴും തൻ്റെ ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ വലുതും വിശാലവുമാണ്. അത് മാനുഷിക ബുദ്ധി കൊണ്ട് കണക്കുകൂട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠവും ആഴമേറിയതുമാണ്. ദൈവവചനം ഇങ്ങനെ പറയുന്നു: യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അതെ, മനുഷ്യനെ, ജീവജാലങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവിക കണ്ണുകൾ, അത് സംരക്ഷണവും അനുഗ്രഹവും പകരുന്ന ഒന്നാണ്. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവിക സംരക്ഷണം നമുക്ക് ലഭ്യമാകണമെങ്കിൽ ദൈവസന്നിധിയിൽ നാം ഏകാഗ്രതയോടും ഭയഭക്തിയോടും ദൈവിക ബോധ്യത്തോടും ആത്മീക മൂല്യത്തോടും കൂടെ നാം നിലനിൽക്കേണ്ടുന്നത് ആവശ്യമാണ്. അങ്ങനെ നാം ദൈവസന്നിധിയിൽ നിലനിന്നാൽ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല, നീ തീയിൽ കൂടി കടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജാല നിന്നെ ദഹിപ്പിച്ച് കളയത്തുമില്ല. അതെ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നാം നടന്നു നീങ്ങിയാലും അവിടെയെല്ലാം കരം പിടിച്ചുയർത്തുന്ന ദൈവിക സംരക്ഷണവും കരുതലും എപ്പോഴും തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നാം നടന്നെത്തുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഒന്നും ഭയന്ന് നിൽക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ നാം തയ്യാറാകണം. അങ്ങനെ നാം മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം അഗ്നിജാലയുടെ നടുവിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങി വന്നു. സമുദ്രത്തിൻ്റെ നടുവിൽ തൻ്റെ പരിപാലനം അയച്ച് തൻ്റെ ഭക്തന്മാരെ വിടുവിച്ചു. കാറ്റിനാൽ ഉലയുന്ന പടകിൽ യേശുവിനോടുകൂടെ യാത്ര ചെയ്ത ശിഷ്യന്മാരെ ദൈവം വിടുവിപ്പാനിടയായി തീർന്നു. അതെ, നമ്മുടെയും ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉയർന്നു വരുമ്പോൾ, അനർത്ഥങ്ങൾ ഉയർന്നു വരുമ്പോൾ, ആരും സഹായിപ്പാനില്ലാത്ത സാഹചര്യങ്ങളും അവസ്ഥകളും വർദ്ധിച്ചു വരുമ്പോൾ, അതിൻ്റെ എല്ലാം നടുവിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ.